ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളെങ്ങനെ പോകുന്നത് വല്ലാണ്ട് രാവിലെയാണ്. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അത് ഉദിച്ച് നന്നായി നിൽക്കുന്നുണ്ട്. നമ്മളെങ്ങോട്ടാ പോണ? എയർപോർട്ട്. എന്തിനാ പോണ നമ്മള്? ഒരാള് വരുന്നുണ്ട്. പക്ഷെ ആ ആൾക്കറിയില്ല നമ്മള് ചെല്ലുന്ന കാര്യം അല്ലേ. നമ്മുടെ ഒരു പേപ്പറൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ചെന്ന് കാണിക്കുക അല്ലേ. ആ ആള് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഊബർ വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങള് ഊബർ വന്നില്ല. നമ്മുടെ ഊബർ നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ വന്നില്ല. അതൊക്കെ വഴി തെറ്റി. അപ്പൊ ഞങ്ങളെ സമയം ഇനി അധികം ഒട്ടുമില്ല. ഞങ്ങളതുകൊണ്ട് അതാ ഞാൻ പറയാ, നമ്മളവിടെ എത്തുമ്പോ നമ്മൾ വിളിക്കാൻ പോണ ആളൊരു ഊബർ ഇങ്ങോട്ട് വരും. എന്തായാലും കോമഡി ആകും. നമുക്ക് നോക്കാം എന്തായാലും എന്താ സംഭവിക്കാന്ന്. എക്സൈറ്റഡ് ആണോ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക്? അതെ, ഞാൻ ആദ്യമായിട്ട് എനിക്ക് ആരെങ്കിലും വിളിക്കാൻ പോണത്. സാധാരണ എന്നെ വിളിക്കാൻ വരും, അല്ലെങ്കിൽ ഞാൻ പോവും. ഞാൻ ആരെയും വിളിക്കാൻ ഈ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല. നമ്മൾ റോഡിലാണ്. ഒരു വണ്ടി വരുന്നുണ്ട്. കൊറേ ദൂരമുണ്ട് ശരിക്കും അല്ലേ, നല്ല ദൂരമുണ്ട്. 75 കിലോമീറ്റർ, 75 കിലോമീറ്റർ, അത്രയും ദൂരമുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ കുറേ സമയമുണ്ട്. എന്തായാലും നമ്മൾ ഓൺ ടൈം ആണല്ലേ, നമ്മൾ ഓൺ ടൈമിൽ എത്തണം. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ്, കാരണം എയർ ഇന്ത്യയാണ്. എയർ ഇന്ത്യയുടെ എനിക്കൊന്നും അവരുടെ കുത്തക അവകാശമാണല്ലേ ഡിലേ. അപ്പൊ എന്തായാലും പക്ഷെ കുറച്ച് ഡിലേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങള് പൊയ്ക്കോണ്ടിങ്ങനെ ഇരിക്കുകയാണ്. കുറെ വെയിറ്റിംഗ് ഉണ്ടല്ലേ, അതാണ് പ്രശ്നം. ഈ അങ്ങ് ബോറടിക്കും. അയ്യോ എന്നെ കൈവേരടിക്കുന്നേ. എനിക്ക് വിശക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാൻ വേറെയായിരുന്നു. ഇത് അറിയത്തില്ല, ഇത് നമുക്ക് പറയാനില്ല. ശരിക്കും അമ്മ വരുന്നില്ലേ, ശരിക്കും അമ്മയാണ് വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ പറ്റില്ല വേറെ കാര്യം. അപ്പോൾ എന്താണ്, അപ്പം ഞങ്ങൾ പ്ലാൻ ശരിക്കും അമ്മ വരുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു എന്നൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ എന്താ പറയുക, പാവച്ചയ്ക്ക് വരികയല്ലേ ആദ്യമായിട്ട്. അപ്പം പിന്നെ എനിക്ക് പാവം തോന്നി. അപ്പം നമ്മൾ ചോദിച്ചാൽ എന്താ പിന്നെ ഒന്ന് അറിയത്തില്ല, അതാണ് കോമഡി. ഇപ്പം നമ്മളവിടെ ചെല്ലുമ്പോഴാണ് ഇനി കാണാനിരിക്കുന്നത്. ഇനി ആള് നമ്മളെ പ്രതീക്ഷിക്കത്തേ ഇല്ല. എനിക്കറിയാം. നമ്മൾ വരത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഊബർ വിളിച്ച് താനേ വന്നോണം. ഞങ്ങൾക്ക് അതൊന്നും അറിയത്തില്ല. ഇത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നത് തെലുങ്കാണ്. ഞങ്ങൾ ഊബർ ഡ്രൈവർ ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എത്ര കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞേക്കുന്നത് എന്താണ്, ഊബർ വിളിച്ചത്. അപ്പോൾ ഊബർ അനിയൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഊബർ പോലും വിളിക്കാൻ അറിയത്തില്ല കേട്ടോ. എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അമ്മയുടേത് അല്ലേ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒറ്റയ്ക്ക്. എൻ്റെ ഓർമ്മയിൽ അമ്മ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം. എനിക്ക് തോന്നുന്നു 1-2 തവണ അറ്റം മാക്സിമം ഉണ്ടാവും. അതും എന്നെ കാണാനോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ എന്തെങ്കിലും കണ്ണൂരൊക്കെ ഒന്ന് റയർ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇത് ഫ്ലൈറ്റിലെ ആദ്യമാണ്. എനിക്കറിയാൻ പാടില്ല ഇനി അതിനകത്ത് എന്തായിരിക്കും, എനിക്കറിയത്തില്ല. എന്താണ് നമുക്ക് തിരിച്ചു വന്നിട്ട് ചോദിക്കാം അല്ലേ. ഇത് സംസാരിക്കത്തില്ല, സംസാരം നിങ്ങൾ പ്രതീക്ഷിക്കരുത് പ്ലീസ് അല്ലേ ചോ. അതെ, ഇങ്ങനത്തെ സ്വരാക്ഷര വ്യഞ്ജനാക്ഷര ജില്ലാക്ഷരങ്ങൾ മാത്രം എനിക്ക് പറയാം. അപ്പം നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ചോദിക്കാം. അമ്മയോട് ഞാൻ പറഞ്ഞിങ്ങനെ എന്താ പറയുക, കുറച്ച് വീഡിയോസൊക്കെ എടുത്തപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, അപ്പോൾ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് വന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ല, പുള്ളിക്കാരില്ല ഇതൊന്നും ചെയ്യാനുള്ള ചാൻസ് കാണുന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് നോക്കാം എന്താകുമെന്ന്. ഞങ്ങൾ അമ്മയെ മീറ്റ് ചെയ്യുമ്പോൾ ആദ്യം എയർപോർട്ടിൽ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എത്തുമ്പോൾ എന്തായാലും നമ്മൾ കാണും. നോക്കട്ടെ എന്തായാലും കഴിയ സമയത്ത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പ്ലാൻ ചെറുതായിട്ട് പൊളിയും തോന്നുന്നുണ്ട്. എയർ ഇന്ത്യ ഫ്ലൈറ്റ് നമ്മളെ ചതിച്ചിരിക്കുന്നു അല്ലേ. ഫ്ലൈറ്റ് പതിവില്ലാതെ നേരത്തെ എത്തിയിരിക്കുന്നു. എന്തിനാണോ ലേറ്റായിട്ടാണ് എടുത്തത്, പക്ഷെ നേരത്തെ എത്തി. അപ്പം ഇവർ
ഷോർട്ട് കട്ട് എടുത്തോ? ആകാശത്ത് ഷോർട്ട് കട്ട് ഉണ്ടോ? എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഒരു സ്പീഡിന് ഫ്ലൈറ്റ് പറപ്പിച്ച്, ഇതാണ് ഫ്ലൈറ്റ് പറപ്പിക്കുക എന്ന് പറയാം. എന്നാലും ഡിലേ വന്നിട്ട് അവർ ഇത്ര നേരത്തെ എങ്ങനെ എത്തിച്ച്? ഓ മൈ ഗോഡ്, വെറുതെ അല്ല. ഞങ്ങളിനി സത്യം അമ്മയോട് പറയേണ്ടി വരും. ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ. അമ്മ പുറത്തിറങ്ങരുതെന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം ഞങ്ങൾ പറയുമ്പോൾ ഊബർ ബുക്കിങ്ങും വരും, പുറത്തിറങ്ങരുത് എന്നാണ്. അപ്പം അമ്മ അകത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഈശ്വര, ഞങ്ങളെ ഇനി ഇവിടുന്ന് കാണുന്നുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇവിടെ അച്ഛൻ്റെ നമ്മൾ പെട്ടെന്ന് പോവാണ്. ഇനി ഫോൺ പിടിക്കാം. നമ്മുടെ കയ്യിൽ ഇതുണ്ട്, കാണിപ്പോ. നമ്മുടെ കയ്യിൽ ഇതുണ്ട്, അമ്മ പിന്നെ ഇതുണ്ട്, ഇതെല്ലാം ഉണ്ട്. എവിടെയാ നമ്മൾ പോണ്ടേ? നമ്മൾ അറൈവലിലോട്ടല്ലേ പോണ്ടത്? അറൈവൽ അവിടെ. ഞാൻ ഇതുവരെ ആരെയും വിളിക്കാൻ വന്നിട്ടില്ല. സോ എനിക്കറിയില്ല. അയ്യോ, ചേടാ, നമ്മൾ വ്ളോഗ്സ് ആണ്. അങ്ങനെ അമ്മ വന്നിട്ടുണ്ട്. അമ്മ ഞങ്ങളെ സർപ്രൈസ് ആക്കി. അമ്മ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇതേ കാണിക്കുന്നു. എങ്ങനെ പുറത്തേക്ക് വന്നു? ഇനി നമുക്ക് അമ്മയായിട്ടുള്ള വ്ളോഗാവാം. വാ ചുടാ. അച്ചു നമുക്ക് സാധനമൊക്കെ എടുത്ത് വരുന്നു. പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റില്? സൂപ്പർ. എക്സൈറ്റിംഗ് ട്രിപ്പിന്റെ എക്സൈറ്റ്മെന്റ് പറയാനായി ഒരാളില്ലാണ്ടായി. ഇതിപ്പോ ആരാ വന്നേ? ഇതിപ്പോ ഇവ വന്ന പോലെ. അല്ല, അത് ഇന്റർനാഷണൽ തന്നെ. ശരിക്കും ഞങ്ങൾക്കും കുറച്ച്, കാരണം ഞങ്ങൾ ഇവിടെ ആരെയും ഒരേ സ്ഥലത്താണ് കാണിച്ചാൽ ഞങ്ങൾ അവിടെ ഇറങ്ങിയെന്ന് അല്ല ഇറങ്ങിയ താഴെയാ. നമ്മൾ വീട്ടിലോട്ട് കയറാട്ടാ. നമ്മൾ നേരത്തെ പൂട്ടിയിറങ്ങിയ വീട്. അയ്യോ, വീട് കാണാൻ അമ്മ എക്സൈറ്റഡ് ആണോ? വീഡിയോയിൽ കണ്ട വീട് കാണാം. വീഡിയോയിൽ കണ്ടാതെ. അയ്യോ, വീട് കാണിക്കാൻ കൊള്ളാത്ത വീട്. ബെസ്റ്റ്. പിന്നെ അമ്മ എങ്ങനെ ഉണ്ടാ? ഇതാണ് അമ്മയുടെ ഏരിയ, കിച്ചൺ. ഇവിടെ ഏരിയ ഇല്ല, ഏരിയ ഉള്ളൂ. അയ്യോ, ഈ അമ്മ ഇവിടെയാണ് ജീവിക്കാനുള്ളത് കേട്ടാ. പാവിരിച്ച് കടന്നവിടെ. അതെ, ഇത്രേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ റൂമെന്ന് ഞാൻ കാണിക്കൂല. ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പണിപ്പുരയിലേക്ക് കടക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കണം അല്ലേ? ഫുഡ് ഉണ്ടാക്കണം, അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കണം. ഇപ്പം ബായ് പറയട്ടെ. അച്ചു ബായ് പറയണല്ലേ നീ? അയ്യോ, അത് അവിടെ നിന്ന് പറയണ ബായ്. ബായ് നീ ഒക്കെ പറയണോ? ബായ് പറഞ്ഞെങ്കിൽ വാ. വരുന്നുണ്ട്, സ്ലോ മോഷനിൽ വരുന്നുണ്ട്. ബൈ ഗൈസ്.